ഞാൻ പറയുന്നൊന്ന് കേക്ക. ഈ മാലേ ഇത് കല്യാണത്തിന് അറിവ് പെട്ടോണ്ടു ഇന്റെ ഉക്കുറു തന്നാണതേ. മനസ്സിലൂടെ പിരാന്തൊടിച്ച് നിൽക്കുമ്പോഴാണ് ഒരു മാല. അത് ഒലക്കമ്മയുടെ മാലല്ല, അത് ഉക്കുറുന്റെ മാലാണ്. ഇത് എന്നോട് ഇരച്ചിട്ട് ഒരു കാര്യമില്ല. അച്ഛന്റെ വാപ്പ കോയനോട് പോയി പറയാം. ഇപ്പച്ചിനോട് നിങ്ങൾ തന്നെയാണ് പറഞ്ഞാൽ ഞാൻ പറയില്ല. കോയേ ഒന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റൂല. കേട്ടില്ല, മാറൂല. 6 മാസം കഴിഞ്ഞിട്ടാണ് കല്യാണം. അതിന്റെ മുന്നേ ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കാനാ പരിപാടി പാർത്തു ഞാൻ കല്യാണത്തിന് ഇന്ന പത്തോട്ടി നിങ്ങളെ പറഞ്ഞൂലമ്മ. എന്താണ് എന്റെ പ്രശ്നം? ഓളെ കല്യാണത്തിന് ഓൾക്ക് സ്വർണ്ണം എടുത്ത് കൊടുക്കാത്തോണ്ടാണ് ഓൾ ഈറടിച്ചിക്കണേ. ഓക്കുള്ള സ്വർണം ഞാൻ കണ്ടെത്തിക്കണോന്ന്. എങ്ങളായിരുന്നു കോയ എന്റെ ഭാഗത്തുനിന്ന് ഒരു തരി പൊന്നുങ്ങൾക്ക് കിട്ടും. കല്യാണം നടത്തണ്ട. ഇങ്ങളെ സ്വർണ്ണം ഒന്നും വേണ്ട. ഓക്കുള്ള സ്വർണം ഞാൻ വാങ്ങിച്ചുണ്ട് എന്നാ പറഞ്ഞു. ആ പഴയ സ്വർണ്ണം ഞാൻ പുതിയ ഇറങ്ങൂല. പുതിയ പുയ്യാപ്പിള ഇവിടുന്ന് പോയിക്കാ. മോൾട്ടിയെ നമ്മൾ ആ പല്ല് വെക്കണ ബ്രഷ് കൊണ്ട് ആ സ്വർണ്ണത്തുമ്പോ വരുത്തി കഴിഞ്ഞാൽ പുതിയതായില്ല. അത് പോരാ എനിക്ക്. ഇപ്പച്ചി അത് പുതിയ മോഡലല്ലല്ലോ. അതൊക്കെ ഞാൻ അന്ന് നല്ല പണിക്കൂലി എടുത്ത് വാങ്ങിയതാണ്. ഇനി അത് മാറ്റുമ്പോ ഇനി വേണ്ട പണിക്കൂലി എടുക്കാം. വെറുതെ തന്നെ പൈസ കളയാനായിട്ട്. കല്യാണം 6 മാസം കഴിഞ്ഞല്ലേ? ഇപ്പൊ തന്നെ നിങ്ങൾ സ്വർണ്ണത്തിന്റെ ഒച്ചയും പാളൊക്കെ തുടങ്ങി രണ്ടാളും. പൊന്നാര മുത്തോച്ച് ഞാൻ പറഞ്ഞൊന്ന് കേക്കെ. ഞാൻ ആ വാങ്ങിച്ച സ്വർണ്ണം നോക്കിപ്പോ പറ്റൂല. നോക്കി പുതിയ മോഡൽ വേണോ? ഞാൻ ചെറുതാണ്ടാക്കണം. ഞാൻ കായ് മരത്തുമെന്ന് പറിച്ച പൊന്നാര കൊയക്കങ്ങൾ ബേജാറാവണ്ട. കല്യാണത്തിന് ഇനി 6 മാസം കിടക്കണില്ലേ? നിങ്ങൾ വാങ്ങിച്ച സ്വർണ്ണം കൂടെ മണ്ണാക്കാട് ഹയർ ഗോൾഡ് കൊണ്ട് കൊടുക്കി. അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അവിടെ ആണെങ്കിൽ എല്ലാ പുതിയ മോഡലും ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ എത്ര തൂക്കാണോ അവിടെ കൊണ്ട് കൊടുക്കുന്നത് അത്രയും തൂക്കത്തിലുള്ള സ്വർണ്ണം പുതിയ മോഡലാക്കിയിട്ട് കല്യാണം തലേ നിങ്ങൾക്ക് കൊടുന്നൂടെ? മുത്തു അതിന് പണിക്കൂലി വേറെ കൊടുക്കണ്ടേന്ന്. വേണ്ട, അതിനെ നമ്മൾ 6 മാസം അവിടെ കൊണ്ടുപോയി വെക്കണത്. ഇതന്നല്ല ഇപ്പച്ചി ഞാൻ ഔത്തുനിന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങളെ മണ്ടേക്കാട് കയറേണ്ടത്. അങ്ങനെയാണ് കോയ എന്റെ സ്വർണ്ണം വേണമെന്ന് പുതിയതാ. ഞാൻ നിങ്ങളെ മൊത്തത്തിലൊന്ന് മാറ്റാൻ പറ്റുമോ നോക്കട്ടെ. ആ പഴയ സ്വർണ്ണക്കാരത് അതിനെന്താ, അത് നല്ല വില കിട്ടൂലേ? തന്നെ പിന്നെന്താ, കൊയക്കങ്ങൾ പോയി നോക്കിയാ. ആ ആയിക്കോട്ടെ, വലിയ ഉപകാരം മുത്തു. നമ്മൾ ആ പഴയ സ്വർണ്ണം മൊത്തം എടുത്തോ. അപ്പൊ തന്നെ പോയി നോക്കാം നമുക്ക്. പഴയ സ്വർണ്ണം എടുക്കണ മാതിരി പഴയ തള്ളാരെടുക്കണ സ്ഥലം ഉണ്ടോന്നാവോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടാളും കൊടുക്കാല്ലോ. ചങ്കള നമ്മൾ ഇപ്പൊ ഉള്ളത് മണ്ണാർക്കാടുള്ള അയാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. നിങ്ങളടുത്ത് പഴയ സ്വർണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചോളൂ. 6 മാസം കഴിഞ്ഞാൽ പണിക്കൂലി ഇല്ലാതെ പുതിയ സ്വർണ്ണം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് ഒരു ഗോൾഡ് കോയിനോ അല്ലെങ്കിൽ ഒരു ഉംറക്ക് പോകാനുള്ള അവസരം ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അയാസ് ഗോൾഡിന്റെ ലൊക്കേഷൻ വരുന്നത് മണ്ണാർക്കാട് കോടതി പടിക്കല് സ്മാർട്ട് ബസാറിന്റെ നേരെ ഓപ്പോസിറ്റ്.